ഓട്ടോറിക്ഷയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 300 കിലോ പഴകിയ കോഴിയിറച്ചി പിടികൂടി. തിരുവനന്തപുരത്തു നിന്നും കടക്കൽ, നിലമേൽ, ചടയമംഗലം തുടങ്ങിയ കടകളിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പഴകിയ കോഴിയിറച്ചികളാണ് പിടികൂടിയത്. പിടികൂടിയ കോഴിയിറച്ചി പഞ്ചായത്ത് അധികൃതർ കുഴിച്ചുമൂടി. തിരുവനന്തപുരം തിരുവല്ലത്ത് നിന്നുമാണ് സുരേഷ് കുമാർ എന്നയാൾ പഴകിയ കോഴിയിറച്ചികൾ വിൽപ്പനയ്ക്കായി ഓട്ടോറിക്ഷയിൽ കൊല്ലത്തേക്ക് കൊണ്ടുവന്നത്. കടക്കൽ കുമ്മിളിലെത്തിയതോടെ ഓട്ടോറിക്ഷയിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം പരക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. വൃത്തിഹീനമായ കോഴിയിറച്ചികൾ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്നു. ഉടൻ തന്നെ പഞ്ചായത്തിലും ഹെൽത്തിലും നാട്ടുകാർ വിവരമറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിൽ കോഴിയിറച്ചിക്ക് ദിവസങ്ങളോളം പഴക്കമുണ്ടെന്ന് കണ്ടെത്തി. ഷവർമ, ഷവായി തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനായി കടകളിലേക്ക് വിൽപ്പന നടത്താനായാണ് കൊണ്ടുവന്നതെന്ന് കോഴിയിറച്ചി എത്തിച്ച സുരേഷ് പോലീസിനോട് സമ്മതിച്ചു. തുച്ഛമായ വിലയ്ക്കാണ് കടകളിൽ ഇവ വിറ്റഴിക്കുന്നതെന്നും പോലീസ് കണ്ടെത്തി. പിടികൂടിയ പഴകിയ മാംസങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ കുഴിച്ചുമൂടുകയും ചെയ്തു. സുരേഷ് കുമാറിനെതിരെ പോലീസ് കേസെടുത്തു. ഇയാളുടെ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം.